രാത്രിയിൽ നടുറോഡിൽ മന്ത്രിപുത്രന്റെ ഷോ. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് DV വിനോദ് കൃഷ്ണയും തമ്മിലാണ് തർക്കമുണ്ടായത്. മാധവനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചുവെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണയും പ്രതികരിച്ചു. ഞാൻ ശാസ്തമംഗല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വേദികയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ U-ടേൺ എടുത്ത് വെള്ളയമ്പലം ഭാഗത്തേക്ക് വരികയാണ്. അപ്പം മറ്റൊരു വാഹനം വെള്ളയമ്പലം ഭാഗത്തുനിന്ന് ശാസ്തമംഗലത്ത് നിന്ന് വെള്ളയമ്പലം ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു വരും. അപ്പം ഞാൻ അവിടുന്ന് U-ടേൺ എടുത്ത് ട്രാക്ക് സെക്കൻഡിൽ നിന്നാണ് ഞാൻ സ്ലോയിൽ വരുന്ന ട്രാക്കിലേക്കാണ് ഞാൻ വാഹനം ഓടിച്ചു വരുന്നത്. ആ സമയത്ത് ട്രാക്ക് ഒന്നിൽ കൂടെ പോവുകയായിരുന്ന ഈ ചെറുപ്പക്കാരൻ വാഹനത്തിന് ഗ്ലാസ് താഴ്ത്തി വളരെ സ്ലോയിൽ എൻ്റെ വണ്ടിയോടൊപ്പം ഓടിച്ചുകൊണ്ട് ഉച്ചത്തിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പം ഞാൻ ആദ്യം കരുതുന്ന എൻ്റെ വണ്ടിയുടെ ഡോർ തുറന്നിരിക്കുകയോ മറ്റെന്തോ ആണെന്ന് കരുതിയാണ് ഞാൻ വാഹനം ഗ്ലാസ് താഴ്ത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഒച്ചയെടുത്ത് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കണം, നിന്നെ ആരുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് സംസാരിക്കുന്നു. ഈ അവസരത്തിൽ ഞാനും തിരിച്ചവരോട് കയർത്ത് സംസാരിക്കുന്നതാണ്. ഞാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസൊന്നും അല്ല നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടി കയറ്റിപ്പിടിക്കുന്നു. അപ്പം മറ്റൊരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റാതെ അവിടെ റോഡ് ബ്ലോക്കാവുന്നു. പക്ഷേ 11 മണി ഏകദേശം 10:45 വന്നുകൊണ്ട് വാഹന തിരക്ക് കുറവാണ്. ആ സമയത്ത് ആൾക്കാരെല്ലാം കൂടി വരുന്നു. ഒരു 5 മിനിറ്റ് റോഡിൽ വെച്ച് സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷം എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു കാറ് കൊണ്ട് നിർത്തി ആ കാറിലേക്ക് മറ്റൊരു ബൈക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അപകടം ഉണ്ടായപ്പോൾ നാട്ടുകാർ വന്ന് അയാളോട് ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി അയാളോട് വണ്ടിയെടുത്ത് മാറ്റാൻ പറയുന്നു. ഈ അവസരത്തിൽ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെയാണ്. പക്ഷേ എനിക്ക് ആളിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞാൻ അത് ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരൻ റോഡിൽ ബ്ലോക്ക് ചെയ്ത് വണ്ടി ഇട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഇന്ന് പോലീസ് വരണമെന്ന് പറയുന്നു. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഭാഷ വെച്ച് അയാൾക്ക് തോന്നി ഞാൻ അയാൾ അച്ഛനെ പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് പൊതുസമൂഹം അറിഞ്ഞുകൊണ്ട് അച്ഛന് പരാതി ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അയാൾക്ക് തോന്നിയത് ഞാൻ അയാൾ അച്ഛനോട്. അപ്പോൾ അയാൾ ആ ടോണിലേക്ക് ഒച്ചയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അയാളൊരു സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ വാഹനത്തിലേക്ക് കയറി. അപ്പോൾ എനിക്ക് ആദ്യം കരുതി ഞാൻ അയാൾ മദ്യപിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ അടി ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടി കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചു വരുത്തിയനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ് മറ്റ് സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഒച്ചയെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ വർത്തമാനത്തിൽ സോറി പറഞ്ഞ് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അത്. പക്ഷേ അവിടെ വെച്ച് തന്നെ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിൽ ഏതായാലും ആ പരിശോധനയിൽ അയാൾ മദ്യപിച്ചില്ല എന്ന് മനസ്സിലായി. പക്ഷെ മറ്റു പരിശോധന എനിക്ക് പരാതിയില്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നില്ല പോലീസ്. അപ്പോഴും തന്നെ രണ്ടുപേരും VV അരുൺ അതിന്റെ വിവരങ്ങൾ നൽകും. അരുൺ, റോട്ടിലെ ഷോ എന്തായാലും സിനിമാ സ്റ്റൈലിൽ അച്ഛനെ പോലെ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് ഈ തർക്കത്തിൽ? ഇപ്പോൾ നമ്മൾ ഒരു ഭാഗമാണ് കേട്ടത്, വിനോദ് കൃഷ്ണയുടേത്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവർ എന്താണ് പറയുന്നത്, നാട്ടുകാർ എന്താണ്, കണ്ടുനിന്നവരെന്താണ് അവിടെ സംഭവിച്ചതായി പറയുന്നത്? ഒരു സിനിമാ സ്റ്റൈൽ ഷോ തന്നെയാണ് നടന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത്തരത്തിൽ മാധവ് സുരേഷ് റോഡിൽ ഇറങ്ങി നിന്ന് വാഹനം തടഞ്ഞിടുന്നു. പോലീസിനെ വിളിക്കാൻ അയാൾ തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ വിനോദ് കൃഷ്ണ പറഞ്ഞത് മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ള. പോലീസിനും മറ്റേ പരാതിയില്ലാത്തതുകൊണ്ട് പോലീസ് കാര്യമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല. ബഹളമുണ്ടാകുമ്പോൾ, വാഹനം തടഞ്ഞിട്ട് പ്രശ്നമുണ്ടാകുമ്പോഴാണ് ഇയാൾ മദ്യപിച്ചു എന്ന തോന്നലിൽ വിനോദ് കൃഷ്ണ പോലീസിനെ വിളിച്ചു വരുന്നത്. പോലീസിനും ഇയാളുടെ ആദ്യത്തെ ഒരു ഇടപെടലെ കണ്ടപ്പോൾ പോലീസ് വരുമ്പോഴും ഇയാൾ പോലീസിനൊപ്പം പോകാനോ ജീപ്പിൽ കയറാനോ ഒന്നും കൂട്ടാക്കിയില്ല. വലിയ
വാക്കേറ്റം പോലീസിന് നേരെയും കയർത്ത് സംസാരിച്ചു. ഒടുവിൽ പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ മൊത്തത്തിൽ പിന്നീട് ഒരു കോംപ്രമൈസ് ലൈനിലേക്ക് മാറുകയായിരുന്നു വിനോദ് കൃഷ്ണ പറയുന്നത്. നാട്ടുകാരും അതുതന്നെയാണ്. അയാൾ വലിയ ബഹളമുണ്ടാക്കി, അവിടെ ആക്രോശിച്ചു, സിനിമാ സ്റ്റൈലിൽ ഷോ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ നാട്ടുകാർ പറയുന്നത്. ഒടുവിൽ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചില്ലാന്ന് തെളിഞ്ഞ് അങ്ങനെ ഇയാളെ വിടുകയായിരുന്നു. മാത്രമല്ല വിനോദ് കൃഷ്ണയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. മാധവ് സുരേഷും തനിക്ക് വിനോദിനെതിരെ പരാതിയില്ല. അങ്ങനെ പരസ്പരം ഒരു പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും വിട്ടയക്കുകയാണ്. ഏതായാലും റോഡിൽ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവമുണ്ട്. അതുകൊണ്ട് കാര്യമായ ഗതാഗത കുരുക്കുണ്ടായില്ല. നമുക്കറിയാം ശാസ്ത്രമംഗലം വലിയ തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ രാത്രി 11 മണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കുണ്ടായില്ല. എങ്കിലും മറ്റു ചില കുറച്ച് വാഹനങ്ങളുമെങ്കിലുമൊക്കെ പുറകിൽ വന്ന് നിൽക്കുന്ന കാണാം. ആ രീതിയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോ ആയിരുന്നു രാത്രി അവിടെ ഉണ്ടായത്. വിനോദ് കൃഷ്ണ ആളറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ ക്ഷോഭിക്കുമ്പോൾ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തിയത്. വിനോദ് കൃഷ്ണ വാഹനം ഓടിച്ച് ശരിയായില്ല, ആ ലൈസൻസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇയാൾ വിനോദ് കൃഷ്ണയുമായി കയർത്തത്. ഏതായാലും രണ്ടു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. മറ്റ് നടപടികളിലേക്കും പോലീസ് കടന്നിട്ടില്ല. പോലീസ് കേസ് എടുത്തിട്ടില്ല, മറ്റു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും വലിയ തോതിലൊരു ഷോ, കൃത്യമായും അതിന് ഷോ തന്നെ എന്ന് പറയേണ്ടി വരും. മന്ത്രിപുത്രൻ്റേതാണെങ്കിലും ആരുടെയാണെങ്കിലും അവിടെ നടുറോഡിൽ അവിടെ വാഹനം തടഞ്ഞ വാഹനത്തിൽ അടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടുള്ള ചില പ്രകടനങ്ങൾ കണ്ടു ഇന്നലെ അർദ്ധരാത്രിയിൽ തിരുവനന്തപുരത്ത് എന്നുള്ളതാണ്. അരുൺ, ഇങ്ങനെ ഇയാളിങ്ങനെ ഷോ വെക്കുമ്പോൾ ഇയാളുടെ ഒപ്പം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നോ മകൻ അത് സുരേഷ് ഉണ്ടായിരുന്നത്, സുരേഷ് ഗോപിയുടെ മകൻ? ആ ദൃശ്യങ്ങളിൽ അയാൾക്കൊപ്പം അയാളുടെ സുഹൃത്തുക്കളുമുണ്ട്. കാരണം അയാൾ കാറിന് മുന്നിലേക്ക് പോകുമ്പോൾ ഒപ്പം 3-4 ചെറുപ്പക്കാർ കൂടെ പോകുന്നുണ്ട്. ഇയാൾ വാഹനം തടഞ്ഞു നിർത്തുന്നു, വാഹനം പോലീസ് വരട്ടെ എന്ന് പറയുന്നു, എന്റെ വാഹനത്തിൽ തട്ടി എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അതേപോലെ എന്റെ വാഹനത്തിലും അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാറിന്റെ ബോണറ്റിൽ ഇയാൾ അടിക്കുന്നത്. അതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇയാൾക്കൊപ്പം സുഹൃത്തുക്കളുമുണ്ട്. പക്ഷെ അവരാരും പിന്നീട് പോലീസ് വരുമ്പോൾ ഇയാൾക്കൊപ്പം വാഹനത്തിൽ കയറി പോകുന്നുമില്ല. ഏതായാലും നേരത്തെ ഇയാൾ പുതിയ വാഹനം ഇറക്കിയപ്പോൾ ആ വേഗത്തിൽ ഓടിച്ചു പോയതൊക്കെ നേരത്തെ വിവാദമായിരുന്നു. ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ റോഡിൽ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇത്തരമൊരു സംഘർഷത്തിലേക്ക് പോയതെന്ന കാര്യമാണ് വ്യക്തമല്ലാത്തത്. മദ്യപിച്ചിട്ടില്ല എന്ന ഏതായാലും പോലീസിന്റെ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ റോഡിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നതിനിടയിലുണ്ടായ ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ഏതായാലും ഗതാഗതം നടന്നുകൊണ്ടുള്ള ഒരു ഷോ മന്ത്രി പുത്രന്റെ ഭാഗത്തുനിന്ന്, സിനിമാ താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതും മാധ്യമങ്ങളിലൂടെ വാർത്തയായി വന്നിട്ടുള്ളത്. അതെ, എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു വിഷയത്തിലും സംസാരിക്കില്ല, ആരെയും കുറ്റപ്പെടുത്താനില്ല, ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകിയല്ലോ, നിങ്ങൾ എത്ര നാളായി എന്നെ വേട്ടയാടുന്നു, ഞാൻ എന്ന വ്യക്തിയുണ്ടെന്നും കുടുംബമുണ്ടെന്നും മറക്കുന്നു എന്നൊക്കെ സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും പക്ഷേ ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് മിനിസ്റ്റർ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയുക? മകൻ്റെ വീഡിയോ ആയതുകൊണ്ടല്ല, ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഇത്തരത്തിൽ ആക്രോശിക്കുമ്പോൾ അതൊരു വിഷ്വലായി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇത് വാർത്തയെ വരികയും ചെയ്യും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഇനി കോഴിക്കോട്ടേക്ക്